എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് ഒരു ട്രാൻസ്ലേറ്റഡ് വീഡിയോ ആണ്. ധ്രുവ് റാഡിയോയുടെ വീഡിയോസ് ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് കാര്യമായി തന്നെ നമ്മൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. കൂടുതൽ ആളുകളിലേക്ക് എത്തണം, ഒത്തിരിയധികം ആളുകൾ അത് കേൾക്കണം, ഭാഷയുടെ പരിമിതികൾ ബ്രേക്ക് ചെയ്യണം എന്ന ആഗ്രഹത്തോടെയാണ് അന്ന് ആ ഒരു ഉദ്യമത്തിന് മുന്നിട്ട് ഇറങ്ങിയത്. പിന്നീട് ഒന്ന് രണ്ട് വീഡിയോസ് അത്യാവശ്യമായി നിങ്ങൾ കണ്ടിരിക്കണം, കേട്ടിരിക്കണം എന്ന് എനിക്ക് തോന്നിയത് നമ്മൾ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസും അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നാറില്ല. നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ഇന്നലെ ധ്രുവ് അപ്ലോഡ് ചെയ്യുകയുണ്ടായി. അത് നോർത്ത് കൊറിയയെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാക്ട് ട്രാൻസ്ലേഷൻ അല്ല, നമുക്ക് വേണ്ട കാര്യങ്ങൾ ഞാനൊന്ന് മലയാളത്തിലേക്ക് മാറ്റി ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അതാണ് ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ നോർത്ത് കൊറിയയെ കുറിച്ചിട്ട് ഒത്തിരി അധികം അതിശയോക്തി കലർന്ന വർണ്ണനകൾ നമുക്ക് ഓൺലൈനിൽ കാണാനായിട്ട് സാധിക്കും. നമ്മൾ പോകാത്ത ഒരു സ്ഥലമായതുകൊണ്ടും അധികം ആളുകൾ നേരിട്ട് പോയി കണ്ട എക്സ്പീരിയൻസുകൾ പറയാത്തതുകൊണ്ടും അതൊക്കെ വിശ്വസിക്കുകയേ തരമുള്ളൂ. ഈ സഫാരിയിൽ ഒരിക്കൽ നോർത്ത് കൊറിയയിൽ പോയ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോഴത്തേന് എനിക്ക് കറക്റ്റായിട്ടുള്ള കുറച്ച് പിക്ചേഴ്സൊക്കെ കിട്ടി. പണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര തന്നെ പ്രശസ്തനായിട്ടുള്ള ഒരു സഞ്ചാര സാഹിത്യകാരനെ കുറിച്ചിട്ട് പറഞ്ഞൊരു പരാതിയുണ്ട്. അദ്ദേഹം ഈ സഞ്ചാര സാഹിത്യത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല നേരിട്ട് പോയ സമയത്ത് കണ്ടത്, എല്ലാം വർണ്ണനകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു നോർത്ത് കൊറിയയെ കുറിച്ചിട്ട് അവിടെയുള്ള ആളുകളുടെ ദൈനംദിന ജീവിതത്തെ കുറിച്ചിട്ട് വർണ്ണിക്കുന്ന പല വീഡിയോസിനെ ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് നോക്കി കാണാറുണ്ട്. ധ്രുവിൻ്റെ വീഡിയോസ് ഏകദേശം അതിനോട് നല്ല രീതിയിൽ നീതി പുലർത്തി വളരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ധ്രുവ് അദ്ദേഹത്തിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഹിന്ദിയിലാണ്. അതിന് ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ ലഭ്യമാണ്. ഏറ്റവും തനിമയോടെ ആ ഒരു വീഡിയോ ആസ്വദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ധ്രുവിൻ്റെ ചാനലിൽ തന്നെ പോവുക. ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഷോർട്ട് ഫോം ആവാനായിട്ടേ സാധ്യതയുള്ളൂ. ലോകത്തിലെ ഏറ്റവും ഭീകരനായ ഏകാധിപതിയെക്കുറിച്ചാണ്. അയാൾ എങ്ങനെയാണ് തൻ്റെ രാജ്യം ഭരിക്കുന്നതെന്ന് അറിയുമോ? നമ്മുടെ ദൈനംദിന ജീവിതവുമായി ഉത്തര കൊറിയക്കാരുടെ ജീവിതം താരതമ്യം ചെയ്യാനേ പറ്റില്ല. അവരുടെ ജീവിതം സങ്കല്പിക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടും നമുക്ക്. സർക്കാർ ജനങ്ങളെ നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിക്കുന്നു. പൗരന്മാരുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും സർക്കാർ ഇടപെടുന്നു. ആര് എവിടെ താമസിക്കും, ആര് എന്ത് ജോലി ചെയ്യും, അവർ എന്ത് പഠിക്കും, എല്ലാം സർക്കാർ തീരുമാനിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ, നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ, നിങ്ങൾ കാണുന്ന സിനിമകൾ എല്ലാം സർക്കാർ നിങ്ങളോട് പറയും. നിങ്ങൾ സ്വന്തം ഫോൺ ഉപയോഗിക്കുമ്പോൾ ക്രമമല്ലാത്ത ഇടവേളകളിൽ ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓരോ സ്ക്രീൻഷോട്ട് എടുത്ത് സർക്കാരിലേക്ക് അയച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഫോണിൽ എന്താണ് കാണുന്നത് എന്ന് സർക്കാർ സദാസമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തെറ്റ് അത് രാജ്യത്തിനെതിരെയുള്ള വിമർശനം വല്ലതും ആണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്ത കുറ്റത്തിന് അവൻ്റെ കൊച്ചുമക്കൾ പോലും ശിക്ഷിക്കപ്പെട്ടേക്കാം. ദ ലോ ഓഫ് ഗിൽറ്റ് ബൈ അസോസിയേഷൻ നോർത്ത് കൊറിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തടവറയിലാക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ ദ ലോ ഓഫ് ഗിൽറ്റ് ബൈ അസോസിയേഷൻ. ഇത്തരത്തിലുള്ള കടുത്ത നിയമങ്ങളെ പേടിച്ച് കുടുംബാംഗങ്ങൾക്ക് പോലും പരസ്പരം അവിശ്വസിക്കേണ്ടി വരുന്നു. ബന്ധങ്ങൾ പോലും ജീവൻ എടുക്കുന്ന ബാധ്യതകളാകുന്നു. അച്ഛൻ, അമ്മ, മക്കൾ, കുടുംബം വലുതാവും തോറും ഭയം വലുതാവും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കിം ജോങ്ങിന്റെ ആധിപത്യം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നിശബ്ദ വിപ്ലവം നടക്കുന്നതായുള്ള സൂചനകൾ വരുന്നു, അതും ഉത്തര കൊറിയൻ സ്ത്രീകളുടെ നേതൃത്വത്തിൽ. പ്രിയ സുഹൃത്തുക്കളെ, 1981 ഉത്തര കൊറിയയുടെ ഭരണകൂടം രാഷ്ട്രീയ തടവുകാർക്കൊപ്പം ഒരു ഗർഭിണിയായ സ്ത്രീയെ തടവിലാക്കി. ജയിലിൽ അവൾ ജന്മം നൽകിയ കുട്ടിയാണ് ഷിങ് ഡോങ് ഹ്യൂക്ക്. ഈ കുട്ടി ജയിലിൽ വളർന്നു. നോർത്ത് കൊറിയൻ സർക്കാർ ഗിൽറ്റ് ബൈ അസോസിയേഷൻ ആശയത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഒരാളുടെ പ്രവൃത്തികൾക്കുള്ള ശിക്ഷ 3 തലമുറകൾ വരെ വഹിക്കണം എന്നതാണ് നിയമം. അതായത് ആരുടെയെങ്കിലും മുത്തച്ഛൻ ഒരു കുറ്റം ചെയ്യുന്നു എങ്കിൽ പേരക്കുട്ടി അടക്കം ജയിലിൽ പോകും. അങ്ങനെയാണ് ഷിങ് ഡോങ് ഹ്യൂക്കിനും ജയിലിൽ ജീവിക്കേണ്ടി വന്നത്. നോർത്ത് കൊറിയൻ ഏകാധിപതി തനിക്ക് ഭീഷണിയായി തോന്നുന്ന ആളുകളുടെ 3 തലമുറ വരെയുള്ള രക്തത്തെ അശുദ്ധമായി കരുതുന്നു. ജയിലിൽ ഭയാനകമായ അവസ്ഥയിൽ ദുരിതത്തിൽ ഷിൻഡോങ് തന്റെ ബാല്യം ചെലവഴിച്ചു. അദ്ദേഹത്തിന് കഴിക്കാൻ നൽകിയത് വല്ലപ്പോഴും ഇത്തിരി ചോളം പുഴുങ്ങിയതാണ്. വയറു നിറയ്ക്കാൻ ഷിൻഡോങ്ങിന് മറ്റ് തടവ് പുള്ളികളെ പോലെ തന്നെ പുല്ലും എലികളുമൊക്കെയായിരുന്നു ആശ്രയം. ഏകദേശം 20,000 തടവുകാർ ഈ ജയിൽ ക്യാമ്പിൽ തിങ്ങിപ്പാർത്തിരുന്നു. ക്യാമ്പിലെ ജീവിതം ദുസ്സഹമായിരുന്നു. മരണമാണ് അതിലും ലളിതം. ഓടിപ്പോകാൻ ശ്രമിച്ചാൽ വെടിവെച്ച് കൊല്ലും. ഷിങ് ഡോങ് ഹ്യൂക്കിന് 13 വയസ്സായിരുന്നു എന്ന് പറയാം. അവൻ തൻ്റെ അമ്മയും സഹോദരനും ജയിൽ ചാടാൻ പദ്ധതി ഇടുന്നത് കേൾക്കുന്നു. അവന് കാര്യമായൊന്നും മനസ്സിലായില്ല. എന്നാലും ഇളം പ്രായവും വിശപ്പും ഒരിത്തിരി കഞ്ഞി കൂടുതൽ കിട്ടിയാലോ എന്ന കൊതിയും കാവൽക്കാർക്ക് ഈ വിവരങ്ങൾ കൈമാറാൻ ഷിങ് ഡോങ്ങിനെ പ്രേരിപ്പിച്ചു. അങ്ങനെ അവൻ പോയി കാവൽക്കാരോട് പറഞ്ഞു. 7 മാസം കഴിഞ്ഞ് അന്തേവാസികൾ ഗ്രൗണ്ടിൽ ഒത്തുകൂടിയപ്പോൾ ഷിങ് ഡോങ് ഹ്യൂക്കും ഉണ്ടായിരുന്നു. അവൻ്റെ മുൻപിൽ വെച്ച്, അവൻ്റെ കൺമുൻപിൽ വെച്ച് ജയിൽ ഗാർഡുകൾ അവൻ്റെ അമ്മയെ തൂക്കിലേറ്റി, സഹോദരനെ വെടിവെച്ച് കൊന്നു. ഷിങ് ഡോങ് ഹ്യൂക്ക് കടുത്ത മാനസിക ആഘാതത്തിലേക്ക് വീണുപോയി. അരും കൊലയ്ക്ക് ശേഷം 6 മാസത്തേക്ക് അവൻ നിഷ്കരണം പീഡിപ്പിക്കപ്പെട്ടു. 2005 23-ാം വയസ്സിൽ ഷിങ് ഡോങ് ഹ്യൂക്ക് ജയിൽ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവൻ വിജയിച്ചു. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് വൈദ്യുതി വേലിയിൽ കരിഞ്ഞമർന്നു. കാവൽക്കാരുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ട് അയാൾ ഓടിപ്പോയത് ചൈനയിലേക്കാണ്. തുടർന്ന് സൗത്ത് കൊറിയയിലേക്ക് എത്തി. അതുകൊണ്ടാണ് ഇന്ന് ലോകം അവൻ്റെ കഥ അറിഞ്ഞത്.
പിന്നീട് ഷിങ്ടോങ് മനുഷ്യാവകാശ പ്രവർത്തകനായി മാറി. അവന്റെ ശബ്ദം ഐക്യരാഷ്ട്രസഭയിലും എത്തി. എസ്കേപ്പ് ഫ്രം ക്യാമ്പ് 14 ഷിൻടോങ് രചിച്ച പുസ്തകമാണ്. നോർത്ത് കൊറിയയിലെ ദൈനംദിന ജീവിതം എങ്ങനെയാണ് ആളുകൾ അവരുടെ ജീവിതം ചെലവഴിക്കുന്നത് എന്നീ കാര്യങ്ങളൊക്കെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ഏകാധിപത്യ രാജ്യത്ത് ജനസംഖ്യ ഏകദേശം 25 മില്യൺ ആണ്. ലോക ഭൂപടത്തിൽ ദക്ഷിണ കൊറിയയ്ക്ക് തൊട്ടു മുകളിലാണ് നിങ്ങൾക്ക് നോർത്ത് കൊറിയ കാണാനായിട്ട് സാധിക്കുക. പടിഞ്ഞാറ് വമ്പനായ ചൈനയുണ്ട്. രാത്രിയിലെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. പ്രകാശത്തിന്റെ ആധിക്യത്താൽ തിളങ്ങുന്ന ചൈനയും സൗത്ത് കൊറിയയും. എന്നാൽ ഇവർക്ക് മധ്യത്തിൽ ഇരുട്ട് മാത്രമുള്ള ഒരു സ്ഥലം, അതാണ് ദ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ, DPRK. ഉത്തര കൊറിയയുടെ ഔദ്യോഗിക നാമം ഇങ്ങനെയാണ്. ഇതിൽ രസകരമായത് രാജ്യത്തിന്റെ പേരിൽ ഡെമോക്രാറ്റിക് എന്ന വാക്കുണ്ടെന്നുള്ളതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? സ്വയം ഡെമോക്രസി എന്ന് പറയുന്നത് കൊണ്ട് ഒരു രാജ്യം ജനാധിപത്യമാവില്ല. ഉത്തര കൊറിയയിൽ ആളുകൾക്ക് രാത്രി എഴുതാൻ കഴിയില്ല, വായിക്കാൻ കഴിയില്ല, പഠിക്കാൻ കഴിയില്ല, TV കാണാൻ കഴിയില്ല. അവർ 7 മണിക്ക് തന്നെ ഉറങ്ങാൻ പോകുന്ന ആളുകളാണ്. ഒരു വലിയ വിഭാഗം ജനത്തിന് രാത്രിയിലെ ഇലക്ട്രിസിറ്റി അനുവദിച്ചിട്ടില്ല. 1995നും 1998നും ഇടയിലുണ്ടായ ഉത്തര കൊറിയയിലെ പട്ടിണി ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളിലൊന്നായിരുന്നു. ചെറു തവളകളുടെ എണ്ണം പോലും ക്രമാതീതമായി കുറയുന്നതായി കണ്ടു. ആളുകൾ കണ്ണിൽ കണ്ടതെല്ലാം ഭക്ഷണമാക്കി ജീവൻ നിലനിർത്താൻ പരക്കം പാഞ്ഞു. പട്ടിണി മൂലം എത്ര ആളുകൾ മരിച്ചുവെന്ന് ഒരിക്കലും ഇതുവരെ സർക്കാർ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇത് 5 ലക്ഷം മുതൽ 20 ലക്ഷം വരെയായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉത്തര കൊറിയയുടെ അവസ്ഥ എപ്പോഴും ഇതുപോലെ ആയിരുന്നില്ല. ദക്ഷിണ കൊറിയയേക്കാൾ ഉത്തര കൊറിയ മികച്ചു നിന്ന ഒരു കാലമുണ്ടായിരുന്നു. 1980-ൽ പ്രതിശീർഷ GDPയുടെ അടിസ്ഥാനത്തിൽ ഉത്തര കൊറിയ ഇന്ത്യയുടെയും ചൈനയുടെയും മുന്നിൽ വന്നിരുന്നു. സൗജന്യ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം, ഹീറ്റർ സംവിധാനങ്ങൾ, ഗതാഗത സംവിധാനങ്ങൾ എന്നിവ അവിടെ ഭൂരിപക്ഷം ആളുകൾക്കും ലഭിച്ചിരുന്നു. 1950നും 1980നും ഇടയിൽ നോർത്ത് കൊറിയയുടെ GDP വർദ്ധിച്ചിരുന്നത് ഓരോ വർഷവും ഏകദേശം 4.5%. എന്നാൽ അവിടെ പ്രശ്നങ്ങൾ ഉടലെടുത്തത് 90കളിലാണ്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ മോസ്കോയിൽ ചുറ്റികയും അരിവാളും തലതാഴ്ത്തിയപ്പോൾ ഒരു യുഗം അവസാനിക്കുകയായിരുന്നു. സോവിയറ്റ് യൂണിയൻ നൽകിയിരുന്ന സോവിയറ്റ് അധികാരത്തിൽ ഉത്തര കൊറിയയ്ക്ക് ലഭിച്ചിരുന്ന വിലക്കുറവിലുള്ള എണ്ണയും ഭക്ഷണവുമൊക്കെ നിർത്തലായി. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഉത്തര കൊറിയയുടെ സമ്പദ് വ്യവസ്ഥ ഭീകരമായി തകർന്നു. പവർ സ്റ്റേഷനുകൾ അടച്ചു, വൈദ്യുതി എന്ന് പറയുന്നത് കിട്ടാക്കനിയായി, ആളുകൾ പട്ടിണി കിടന്ന് മരിക്കാൻ തുടങ്ങി. ഈ ഒരു ഘട്ടത്തിൽ US സഹായം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഒരു വ്യവസ്ഥയോടെ: നോർത്ത് കൊറിയ നിലവിലുള്ള ആണവായുധ പദ്ധതി അവസാനിപ്പിക്കുക. എന്നാൽ അവർ ഇതിന് വിസമ്മതിച്ചു. അങ്ങനെ USA-യും ബാക്കിയുള്ള ലോകവും ഇവരെ ഒറ്റപ്പെടുത്തി. 1995 ഓഗസ്റ്റിൽ ഉണ്ടായ കനത്ത വെള്ളപ്പൊക്കത്തിൽ രാജ്യം വീണ്ടും തകർന്നു. ജനങ്ങളെ സഹായിക്കാൻ പണമോ ക്രെഡിറ്റോ സർക്കാരിന്റെ കൈവശം ഉണ്ടായിരുന്നില്ല. എന്നാൽ അതേസമയം വിട്ടുവീഴ്ച ചെയ്യാനും സ്വന്തം ആളുകളെ സഹായിക്കാനും രാജ്യം മുതിർന്നില്ല. സാഹചര്യം വർഷം തോറും മോശമായി. ഉത്തര കൊറിയൻ സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ദുരിതങ്ങൾ മൂടിവയ്ക്കാനാണ്. നോർത്ത് കൊറിയയുടെ തലസ്ഥാനം പോങ്യാങ് ആണ്. സുസ്ഥിര സോഷ്യലിസത്തിന്റെ മാതൃക തലസ്ഥാനത്ത് നിർമ്മിക്കുവാൻ നിഷ്കരുണം ഭവനരഹിതരായവരെയെല്ലാം അവർ നീക്കം ചെയ്തു. നഗരത്തിൽ നിന്ന് പട്ടിണി പാവങ്ങളും മറ്റും ആരാലും കാണപ്പെടാത്ത പ്രദേശങ്ങളിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ടു. എന്നാൽ നഗരത്തിൽ തലസ്ഥാനത്തുള്ള ഭരണകക്ഷി പ്രവർത്തകർക്ക് എല്ലാ സൗകര്യങ്ങളും ഏകാധിപതി ചെയ്തു നൽകി. ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചു. ആൻഡ്രൂ നെറ്റ്സിയോസ് അദ്ദേഹത്തിന്റെ ദ ഗ്രേറ്റ് നോർത്ത് കൊറിയൻ ഫാമിൻ എന്ന പുസ്തകത്തിൽ പറയുന്നു, ഉത്തര കൊറിയൻ കുടുംബങ്ങൾ അവരുടെ പ്രായമായവരെ പട്ടിണി മരണത്തിന് വിട്ടുകൊടുക്കുന്നു സ്വയം അതിജീവിക്കാൻ. അങ്ങനെ യുവ കുടുംബാംഗങ്ങൾ ഉള്ള ഭക്ഷണം പങ്കിടുകയും അതിജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ധാരാളം പ്രായമായവർ പട്ടിണി കിടന്ന് ആ ഒരു കാലഘട്ടത്തിൽ മരിക്കാൻ തീരുമാനിക്കുന്നു സ്വന്തം മക്കൾക്ക് വേണ്ടി. ഇതിനെല്ലാം കാരണമായത് ക്രൂരമായ ഏകാധിപത്യമായിരുന്നു, എ ടോട്ടാലിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ്. അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ സഖ്യത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം കിഴക്കൻ ജർമ്മനി സോവിയറ്റ് യൂണിയന്റെ സ്വാധീനത്തിലും പശ്ചിമ ജർമ്മനി US-ന്റെ കീഴിലുമായി. ഉത്തര കൊറിയയും അങ്ങനെ സോവിയറ്റ് യൂണിയന്റെ സ്വാധീനത്തിൽ അതേ ആശയങ്ങൾ സ്വീകരിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി മാറി. ഒപ്പം ജപ്പാനെതിരെ യുദ്ധം ചെയ്ത ഗറില്ല നേതാവ് കിങ് ഇൽ സുങ് ഒന്നാമനായി രാജ്യത്തിന്റെ പരമോന്നത നേതാവ്. അന്നു മുതൽ ഈ കുടുംബത്തിന്റെ കീഴിലാണ് രാജ്യം. ഇന്ന് കിം ഇൽ സുങ്ങിന്റെ ചെറുമകൻ കിം ജോങ് ഉൻ ആണ് പരമോന്നതൻ, രാജ്യത്തിന്റെ നേതാവും ഏകാധിപതിയും. രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യം എന്ന് വിളിക്കുന്നതും ശരിയല്ല, കാരണം കുടുംബം നയിക്കുന്ന ഏകാധിപത്യമാണ് അരങ്ങേറുന്നത്. കിം കുടുംബത്തിന്റെ ഭരണം കാലങ്ങളായി തുടരുന്നു. ആളുകളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും നിയന്ത്രിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തുന്നുണ്ട്. ആർ എവിടെ ജീവിക്കും, അവർ എന്ത് ജോലി ചെയ്യും, അവർ എവിടെ പഠിക്കും, സർക്കാർ മുഖേന എല്ലാം തീരുമാനിച്ചിരിക്കുന്നു. ഇതുകൂടാതെ എന്ത് ആളുകൾ TV-യിൽ കാണുന്നു എന്നതിനെ കുറിച്ചിട്ടും കൃത്യമായി തന്നെയുള്ള മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഇന്റർനെറ്റിന്റെ ഉപയോഗം, അതിന്റെ നിയന്ത്രണം, ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ, അവരുടെ ഹെയർ സ്റ്റൈലുകൾ, ഓരോ കാര്യവും സർക്കാരാണ് നിയന്ത്രിക്കുന്നത്. ഒരു കുട്ടിയുടെ സ്കൂളിൽ നിന്ന് തന്നെ സർക്കാർ ആരംഭിക്കുകയാണ് നിയന്ത്രണങ്ങൾ. സ്കൂൾ വിദ്യാഭ്യാസം രാജ്യത്ത് സൗജന്യമാണ്. സ്കൂളിൽ പോകാത്തവർക്ക്, സ്കൂളിൽ വിടാത്തവർക്ക് ശിക്ഷ ഏൽക്കേണ്ടി വരും. പ്രശ്നം ഇതല്ല, സ്കൂളിൽ വിദ്യാഭ്യാസമില്ല.
കൈക്കൂലി വാങ്ങിയ ശേഷം മാത്രമാണ് അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണമുള്ളവർക്ക് കുറച്ച് കാര്യമായി പഠിക്കാം. ധനവാന്മാർ വീട്ടിൽ ഹോം ട്യൂഷനൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ജീവിക്കുന്ന അധ്യാപകർക്ക് മികച്ച ധനസമ്പാദനം ഇതുമൂലം ഉണ്ടാകാറുണ്ട്. കുട്ടികളെ മികച്ച ഇടങ്ങളിൽ പഠനത്തിന് വിടാൻ പലർക്കും സാധിക്കുന്നില്ല. പോങ്യാങ്ങിൽ ജീവിക്കാൻ അവസരം ലഭിക്കുക തന്നെ വലിയൊരു മുൻഗണനയാണ്. അവിടെയുള്ള ആളുകൾക്ക് പിന്നെയും കുറച്ച് വിദ്യാഭ്യാസം ലഭിക്കുന്നു. കൊറിയയിലെ സ്കൂളുകൾ സംബന്ധിച്ച് അധികം വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അവരുടെ സർക്കാർ സ്കൂളുകളുടേതാണ് എന്ന് അവകാശപ്പെട്ട് ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂൾ ദൃശ്യങ്ങൾ ഇതാണ്. കോളേജ് പ്രവേശനവും കുടുംബ പശ്ചാത്തലം നോക്കിയും കൈക്കൂലിയിലുമൊക്കെയാണ് നടക്കുന്നത്. കോളേജ് കഴിഞ്ഞാൽ ആണുങ്ങൾ നിർബന്ധമായും 10 വർഷം വരെ സൈന്യത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഏകാധിപത്യമെങ്കിലും രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ഉത്തര കൊറിയയിൽ ഓരോ 5 വർഷത്തിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പുണ്ട്. ഒരേ ഒരു കാര്യം, ഭരണകക്ഷിയിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി മാത്രം വർക്കേഴ്സ് പാർട്ടിക്ക് വേണ്ടി ഓരോ സീറ്റിലും മത്സരിക്കും. പിന്നെ ആരെങ്കിലും ഈ രീതിക്കെതിരെ ഇവർക്ക് അനുകൂലമല്ലാത്ത വോട്ട് രേഖപ്പെടുത്തിയാൽ അവരെ രാജ്യദ്രോഹിയായി കണക്കാക്കുന്നു. ആളുകൾ ഇത് ചെയ്താൽ രഹസ്യ പോലീസ് അവരുടെ വീട്ടിലെത്തും. അയാളെ ഭ്രാന്തനായി പ്രഖ്യാപിക്കും. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് ശതമാനം ഉത്തര കൊറിയയിൽ 99.9%. മിക്കവാറും എല്ലാ ആളുകളും ഇവിടെ വോട്ട് ചെയ്യുന്നു. സർക്കാർ പരിഗണിക്കുന്ന ഒരു അനൗദ്യോഗിക സെൻസസ് കൂടിയായി ഈ വോട്ടിംഗ് രീതി മാറുന്നു. ജനങ്ങളുടെ മേൽ നിയന്ത്രണം അടിച്ചേൽപ്പിക്കാൻ ഇവർ ഈ ഒരു ഡാറ്റ ഉപയോഗിക്കുന്നു. ഉത്തര കൊറിയയിൽ സർക്കാർ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നുണ്ട്. അതിൽ നമുക്ക് അത്ഭുതം തോന്നുന്ന ചിലതുണ്ട്. ആളുകൾ അണിയേണ്ടുന്ന വസ്ത്രങ്ങൾ, അവരുടെ ഹെയർ സ്റ്റൈലുകൾ, ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് അംഗീകൃത ഹെയർ സ്റ്റൈലുകൾ എന്ന പേരിൽ. ഇപ്പോൾ 15 ഹെയർ സ്റ്റൈലുകളാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അനുവദിച്ചിട്ടുള്ളത്. 2017 ഒരു വാർത്താ ലേഖനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ കാണാം. ഇത് പുരുഷന്മാർക്ക് അംഗീകരിച്ച 15 ഹെയർ സ്റ്റൈലുകളാണ്. ഉത്തര കൊറിയൻ സ്റ്റൈലിൽ മുടി മുറിക്കണമെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഈ 15 ഹെയർ സ്റ്റൈലുകളിൽ ഒന്നാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏകാധിപതി കിം ജോങ്ങിന്റെ ഹെയർ സ്റ്റൈൽ ഈ അംഗീകൃത പട്ടികയിലില്ല. കാരണം മറ്റാർക്കും ആ ഹെയർ സ്റ്റൈൽ അനുവദനീയമല്ല. അതേപോലെ നാട്ടിലെ ആളുകൾക്ക് അവരുടെ മുടിയിൽ ചായം പൂശാൻ പാടില്ല. ഡൈയിങ് നിരോധനം പണ്ടേ ഉണ്ട്. കൂടാതെ വസ്ത്രങ്ങളുടെ നിബന്ധനകൾ മറ്റൊന്നാണ്. നീല ജീൻസ്, സ്ക്രാച്ച്ഡ് ജീൻസ്, ഒപ്പം സ്കിന്നി ജീൻസ് എന്നിവ നിരോധിച്ചിരിക്കുന്നു. ഇതുകൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങളും നിരോധിച്ചിരിക്കുന്നു. കാരണമായി അവർ പറയുന്നത് പാശ്ചാത്യ സംസ്കാരത്തിന്റെ കടന്നുവരവ് തടയാൻ എന്നതാണ്. പെൺകുട്ടികൾക്ക് ഇറുകിയ വസ്ത്രങ്ങൾ, ചെറിയ പാവാടകൾ, സൺ ഹാറ്റ്സ് ഒന്നും അനുവദനീയമല്ല. ഈ നിയമങ്ങൾ കൂടാതെ സ്ത്രീകൾക്ക് ചുവന്ന ലിപ്സ്റ്റിക് ധരിക്കാൻ കഴിയില്ല. മേക്കപ്പ് അനുവദനീയമാണ്, അതും കുറഞ്ഞ രീതിയിൽ. നിയമങ്ങൾ പലതും കേട്ടിട്ട് നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം, ആരാണ് ഈ നിയമങ്ങൾ നടപ്പിലാക്കുക എന്നല്ലേ. ഇതിനായി സുഹൃത്തുക്കളെ, ഉത്തര കൊറിയയിൽ ഒരു ഫാഷൻ പോലീസ് വിങ് തന്നെയുണ്ട്. ഞാൻ തമാശ പറയുകയല്ല. ഒരു വ്യക്തി നിയമങ്ങൾ ലംഘിക്കാൻ ശ്രമിച്ചാൽ ഫാഷൻ പോലീസ് പിടിച്ചാൽ കനത്ത പിഴ അടയ്ക്കേണ്ടി വരും. ചിലപ്പോൾ ജയിലിൽ വരെ പോവേണ്ടി വരും. എന്തുകൊണ്ടാണ് ഒരു സർക്കാർ ഒരു വ്യക്തിയുടെ വസ്ത്രധാരണ രീതിയെ ഇത്രത്തോളം നിയന്ത്രിക്കുന്നത്? അവർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഭാവിക്കുന്നത്, പാശ്ചാത്യ മുതലാളിത്ത ജീവിതശൈലി അവരുടെ രാജ്യത്ത് പ്രവേശിച്ചാൽ അത് അധികാരത്തിനെതിരെ ഒരു ഭീഷണിയാകുമെന്നാണ്. ഒരു മിനിമം വ്യക്തി സ്വാതന്ത്ര്യം പോലും നൽകുന്നത് സ്വേച്ഛാധിപതികൾക്ക് ഭീഷണിയാണ്. 2005 അവർ ഹെയർ സ്റ്റൈലുകളെ കുറിച്ചിട്ടുള്ള പ്രചാരണ പരമ്പരയിൽ പറഞ്ഞത് സോഷ്യലിസ്റ്റ് ജീവിതശൈലിക്ക് അനുയോജ്യമായി നമുക്ക് മുടി മുറിക്കാം എന്നതായിരുന്നു. ഈ പ്രചരണ പരമ്പര അവകാശപ്പെട്ടത് നീളമുള്ള മുടി അൺഹെൽത്തിയാണ്, അത് IQ കുറയ്ക്കുന്നു, വ്യക്തിയുടെ ബുദ്ധി നിലവാരം വർദ്ധിക്കുന്നതിന് ഈ മുടി മുറിക്കൽ മികച്ചതാണെന്നും ഒരു സാംസ്കാരിക അധിനിവേശം എന്ന നിലയിലാണ് ഫാഷനെ സർക്കാർ കാണുന്നത്. ഇതിന്റെ അടുത്ത വശം സമഗ്രാധിപത്യ പ്രത്യയശാസ്ത്രമാണ്. ആളുകൾക്ക് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും യാത്ര അസാധ്യമാണ്. അത്യാവശ്യം പോവേണ്ടുന്നവർ കൃത്യമായ കാരണം ബോധ്യപ്പെടുത്തി അനുമതി വാങ്ങേണ്ടതുണ്ട്. ഇത് ആഭ്യന്തര യാത്രയുടെ കാര്യമാണ്. അന്തർദേശീയമായി യാത്ര ചെയ്യാൻ കർശനമായ നിരോധനമുണ്ട്. അനുവാദമില്ലാതെ രാജ്യം വിടാൻ നോക്കിയാൽ രാജ്യദ്രോഹിയാക്കി തുറങ്കിലടയ്ക്കും. പോരാത്തതിന് 3 തലമുറ വരെ കുടുംബങ്ങളെ മുഴുവൻ ജയിലിലിട്ട് പീഡിപ്പിക്കും. ഷിങ് ഡോങ് ഹ്യൂക്കിന്റെ കഥ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ മുഴുവൻ കുടുംബവും എന്തുകൊണ്ടാണ് ജയിലിലായതെന്ന് അറിയുമോ? കാരണം ഷിങ് ഡോങ് ഹ്യൂക്കിന്റെ അമ്മാവൻ ദക്ഷിണ കൊറിയയിലേക്ക് പലായനം ചെയ്തിരുന്നു. പിന്നെ അവന്റെ എത്രയോ തലമുറകൾ ഈ ജയിലിൽ പീഡിപ്പിക്കപ്പെട്ടു. കോവിഡിന് ശേഷം വളരെ കാര്യക്ഷമമായി അതിർത്തികളിൽ പട്ടാളം നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിർത്തി കാവൽക്കാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനുമതിയില്ലാതെ രാജ്യം വിടുകയോ ഇങ്ങോട്ട് വരികയോ ചെയ്താൽ ഷൂട്ട് അറ്റ് സൈറ്റ്. ആ ഉത്തരവ് മൂലം 14 ആളുകൾ വെടിയേറ്റ് മരിച്ചുവെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു. ഈ അപകടങ്ങളെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടും ആളുകൾ രാജ്യം വിടാനായിട്ട് ശ്രമിക്കുന്നു. ഭൂരിഭാഗം ആളുകളും ചൈനയിലേക്ക് പലായനം ചെയ്യുന്നു. കാരണം കര അതിർത്തി വഴി ചൈന പോകാൻ എളുപ്പമാണ്. എന്നാൽ ചൈനയും ഏകാധിപത്യമാണ്. 2023 ഈ വാർത്ത നോക്കൂ. ഏകദേശം 500 പേരെ ചൈന ഉത്തര കൊറിയയിലേക്ക് തിരിച്ച് നാട് കടത്തി. തിരിച്ചു വന്നവരുടെ കഥ നിലവിലുള്ളവർക്ക് അറിയാനായിട്ടുള്ള വഴികളില്ല. മരണമാണ് കനത്ത ശിക്ഷകളെക്കാളും ലളിതം. എന്നാലും ജനങ്ങളുടെ വിനോദത്തിന്റെ കാര്യത്തെക്കുറിച്ച് കൂടി പറയാം. വിദേശ സിനിമകളൊന്നും ഉത്തര കൊറിയയിൽ അനുവദനീയമല്ല. ടിവിയിലും റേഡിയോയിലും സർക്കാർ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. സർക്കാരിന്റെ പ്രൊപ്പഗാൻഡ പ്രചാരണമാണ് ഈ മാധ്യമങ്ങളുടെ മുഖ്യ ദൗത്യം. രാവിലെ പ്രക്ഷേപണം ദേശീയ ഗാനത്തോടെ ആരംഭിക്കുന്നു. അതിനുശേഷം ഉത്തര കൊറിയയുടെ മുൻ ഭരണാധികാരികൾക്ക് ഗീതവും ആദരാഞ്ജലികളും നേരും. മുഖ്യ പരിപാടികളായി കാർട്ടൂണുകളുണ്ട്, ഭരണകൂടത്തെ പ്രശംസിക്കുന്ന പരിപാടികളുണ്ട്. തീർച്ചയായും ടിവിയിൽ മുഴുവൻ സമയം ഷോയിലെ താരം കിം ജോങ് തന്നെയാണ്. അയാളെ ദൈവമായി അവതരിപ്പിക്കുന്നു.
അദ്ദേഹത്തിന് കൂടുതൽ ആരാധകരെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. വാഴ്ത്തുപാട്ടുകളിൽ ചിലത് ഇങ്ങനെയാണ്: ജനങ്ങളുടെ മനുഷ്യൻ, ധീരമായി വെള്ളപ്പൊക്കത്തിൽ പോലും ഇടുങ്ങിയ ജലപാതയിൽ മരങ്ങൾ തട്ടിമാറ്റി തന്റെ പൗരന്മാരെ രക്ഷിക്കാനിറങ്ങിയ മഹാൻ, വിദേശ ഷോകൾ, സിനിമ എന്നിവ കാണുന്നത് ഗുരുതരമായ കുറ്റമാണ്. പിടിക്കപ്പെട്ടാൽ കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരും. 2022 വാർത്ത നോക്കൂ. സൗത്ത് കൊറിയൻ ഡ്രാമ കണ്ട വിതരണം ചെയ്ത 2 കൗമാരക്കാർ ശിക്ഷിക്കപ്പെട്ടു. 12 വർഷത്തെ കഠിന തടവും കഠിനാധ്വാനവുമാണ് ഈ ശിക്ഷയിൽ ഉണ്ടാവുക. 2022 മറ്റൊരു വാർത്തയുണ്ട്. ദക്ഷിണ കൊറിയൻ സിനിമകളും സംഗീതവും ആസ്വദിച്ച ഒരു ചെറുപ്പക്കാരനെ പരസ്യമായി വെടിവെച്ചു കൊന്നു. എന്നാൽ ഇതൊക്കെയാണെങ്കിലും രാജ്യത്തെ കടുത്ത വിനോദ അഭാവം മറികടക്കാൻ ആളുകൾ രഹസ്യമായി സൗത്ത് കൊറിയൻ വിനോദ പരിപാടികൾ കാര്യമായി തന്നെ കള്ളക്കടത്ത് നടത്തുന്നുണ്ട്. പ്രാദേശിക കരിഞ്ചന്തയിൽ ദക്ഷിണ കൊറിയൻ സിനിമകളടക്കം അവൈലബിൾ ആണ്. നേരത്തെ DVD വിൽപ്പന നടത്തിയിരുന്ന സമയത്ത് ആളുകൾ പഴയ ചൈനീസ് DVD പ്ലെയർ വാങ്ങി വീട്ടിലിരുന്ന് ഈ ഷോകൾ കണ്ടിരുന്നു. അവരെ പിടിക്കാൻ സർക്കാർ അധികാരികൾ ഒരു ബുദ്ധി പ്രയോഗിച്ചിരുന്നു: ക്രമരഹിതമായി വൈദ്യുതി വിച്ഛേദിക്കും. വൈദ്യുതി പോയാൽ പ്ലെയറിൽ ഈ CD അല്ലെങ്കിൽ DVD കുടുങ്ങിയിരിക്കും. അവർ ഈ ഒരു അവസരം ഉപയോഗിച്ച് വീടുകളിലേക്ക് കടന്നു കയറി DVD പ്ലെയർ ബലമായി തുറക്കുകയും ആളുകളെ ആ ഒരു തെളിവിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നീട് ഇപ്പോൾ ആളുകൾ USB സ്റ്റിക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അത് ഒളിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഇന്റർനെറ്റ് കണക്ഷനുകളുടെ അഭാവം ഉള്ളതുകൊണ്ട് തന്നെ കരിഞ്ചന്തയിൽ USB സ്റ്റിക്കുകളിലെ കോണ്ടന്റുകളുടെ കച്ചവടം തകൃതിയാണ്. വിദേശ ഷോകളും സിനിമകളും ഇങ്ങനെ കരിഞ്ചന്തയിൽ വാങ്ങി വീട്ടിലിരുന്ന് കാണുമ്പോൾ ആളുകൾ ലൈറ്റുകൾ ഓഫ് ചെയ്ത് ജനാലകൾ അടച്ച് വോളിയം കുറച്ച് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കും. അയൽക്കാരെ പോലും നോർത്ത് കൊറിയയിലെ ആളുകൾ വിശ്വസിക്കില്ല. ഇന്റർനെറ്റ് ഉപയോഗത്തിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉത്തര കൊറിയയിൽ ഇന്റർനെറ്റ് വളരെ പരിമിതമാണ്. അത് ഉപയോഗിക്കാൻ സർക്കാരിന്റെ സ്പെഷ്യൽ പെർമിഷൻ വേണ്ടതുണ്ട്. അനുമതി ലഭിച്ചതിന് ശേഷം 2 കമ്പ്യൂട്ടർ ഉപയോക്താക്കൾക്കിടയിൽ ഒരു ലൈബ്രറിയൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ കാര്യങ്ങൾ തിരക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇന്റർനെറ്റിൽ തിരയുന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ ഓരോ 5 മിനിറ്റിലും കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ ഫ്രീസ് ആവും. നിങ്ങളെ നോക്കാനിരിക്കുന്ന ആളുടെ ഫിംഗർ പ്രിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു വ്യക്തിക്ക് 1 മണിക്കൂർ മാത്രം ഇന്റർനെറ്റ് ഉപയോഗിക്കാം. അയാൾക്ക് കൂടുതൽ സമയം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും സർക്കാരിന്റെ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങേണ്ടതുണ്ട്. സാധാരണക്കാർക്കായി ഉത്തര കൊറിയൻ സർക്കാർ ഒരു ഇന്റേണൽ ഇന്റർനെറ്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ അംഗീകരിച്ച വെബ്സൈറ്റുകൾ ഈ ഒരു ഇന്റേണൽ ഇന്റർനെറ്റിൽ ലഭ്യമാണ്. സാധാരണക്കാർക്ക് എന്തൊക്കെ പറഞ്ഞാലും വളരെ ചിലവേറിയതാണ് ഈ ഇന്റർനെറ്റ് ഉപയോഗം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ നോർത്ത് കൊറിയയിൽ ഇല്ല. ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ് പോലെയുള്ളവയുടെ ഒരു ക്ലോൺ ഉണ്ടാക്കാനായിട്ട് ചില ശ്രമങ്ങൾ നടന്നിരുന്നു എന്നുണ്ടെങ്കിലും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. സ്മാർട്ട് ഫോണുകൾ വിൽക്കപ്പെടും മുന്നേ തന്നെ സർക്കാരിന്റെ ചില പ്രോഗ്രാംസ് അതിലേക്ക് ആഡ് ചെയ്യും. ക്രമരഹിതമായ ഇടവേളകളിൽ സ്ക്രീൻഷോട്ട് സർക്കാരിലേക്ക് പോകും. നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് ആ ഒരു സ്ക്രീൻഷോട്ടിൽ ഉണ്ടാവും. അതേപോലെ ഫോണിൽ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ ആപ്പ് സ്റ്റോറുകൾ ഒന്നുമില്ല. സർക്കാർ അംഗീകരിച്ച ആപ്പുകൾ ഒരു ഫിസിക്കൽ സ്റ്റോർ വഴി നേരിട്ട് വേണം ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളുടെ ജീവിതം എത്രമാത്രം ശ്വാസം മുട്ടിക്കുന്നതാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മതത്തിന്റെ കാര്യത്തിൽ ഉത്തര കൊറിയ ഔദ്യോഗികമായി നിരീശ്വര രാജ്യമാണ്. ഏതെങ്കിലും മതം ആചരിക്കുക അല്ലെങ്കിൽ പ്രസംഗിക്കുക എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് ഒരുവിധ സ്വാതന്ത്ര്യങ്ങളുമില്ല. അത് മരണശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ്. അമേരിക്കൻ സ്വാധീനമുള്ളവരായി കണക്കാക്കി ഏറ്റവും ശിക്ഷിക്കപ്പെട്ടവർ ക്രൈസ്തവരാണ്. ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളാണ് രാഷ്ട്രീയ ജയിൽ ക്യാമ്പുകളിൽ പീഡനങ്ങളേറ്റ് ജീവിക്കുന്നത്. 2009 റീഹ്യോൻ എന്ന സ്ത്രീ പരസ്യമായി വധിക്കപ്പെട്ടത് ബൈബിൾ വിതരണം ചെയ്തതിനാലാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബവും കുട്ടികളും ഭർത്താവും എല്ലാവരും ഇപ്പോൾ അതിന്റെ ഭാഗമായി ജയിലിലാണ്. ഓ മൈ ഗോഡ് എന്ന സിനിമയിലെ ഒരു ഡയലോഗ് എനിക്കിവിടെ ഓർമ്മ വരുന്നു: നീ ദൈവത്തെ ആളുകളിൽ നിന്ന് എടുത്തു മാറ്റരുത്, ആളുകൾ ദൈവത്തെ മറ്റെവിടെയെങ്കിലും കണ്ടെത്തും. നീ ആളുകളിൽ നിന്ന് മതം എടുത്തു മാറ്റിയാൽ നിന്നെ അവർ മതമായി പിന്തുടരും. ഒരു മതത്തിന് സമാനമായ ഒന്നാണ് ഉത്തര കൊറിയൻ സ്വേച്ഛാധിപതിയുടെ ആ ഒരു കുടുംബം എന്ന് പറയുന്നത്. ഒരു മതത്തിന്, ഒരു ദൈവത്തിന് സമാനമായി ഉത്തര കൊറിയൻ സ്വേച്ഛാധിപതി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉത്തര കൊറിയക്കാരുടെ ആദ്യത്തെ പരമോന്നത നേതാവ് കിം ഉൽ സുങ്, രണ്ടാമത്തെ സുപ്രീം നേതാവ് കിം ജോങ് ഉൻ. അവർ രണ്ടുപേരെയും ദൈവങ്ങളെ പോലെയാണ് പലരും രാജ്യത്ത് ആരാധിക്കുന്നത്. ഉത്തര കൊറിയയിൽ എവിടെ പോയാലും ഈ 2 നേതാക്കളുടെ പ്രതിമകളും ചിത്രങ്ങളും നിങ്ങൾക്ക് കാണാം. നിങ്ങൾ നോർത്ത് കൊറിയ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയാൽ എപ്പോഴും ഈ 2 നേതാക്കളും നിങ്ങളെ സദാസമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടാം. ഈ ചിത്രങ്ങളും പ്രതിമകളും ജനങ്ങൾ എന്ത് വില കൊടുത്തും സംരക്ഷിക്കണം എന്നുള്ളതാണ് ചട്ടം. അല്ലെങ്കിൽ സ്വന്തം ജീവൻ വരെ അപകടത്തിലാണ്. ആരെങ്കിലും ഇത് ചെയ്തില്ലെങ്കിൽ അവർ നടപടി നേരിടേണ്ടി വരും. 2020 ഒരു കേസുണ്ടായി. തീപിടുത്തത്തിൽ ഫോട്ടോകൾ സുരക്ഷിതമാക്കാതെ തന്റെ കുട്ടികളെ രക്ഷപ്പെടുത്തിയ അമ്മയ്ക്കെതിരെ ആശുപത്രിയിൽ അഡ്മിറ്റായ കുട്ടികൾക്ക് മരുന്ന് പോലും നിഷേധിക്കപ്പെട്ടു. മറ്റൊരു കേസ് നോക്കാം. ഒരു വ്യക്തി റിപ്പോർട്ട് ചെയ്തതാണ്. അബദ്ധത്തിൽ കിം ജോങ്ങിന്റെ ചിത്രമുള്ള പത്രത്തിൽ പ്രായമായ അച്ഛൻ കുറച്ച് മണ്ണ് പറ്റിച്ചു. ശിക്ഷ രാഷ്ട്രീയ ക്യാമ്പിലെ തടവായിരുന്നു. ഉത്തര കൊറിയയിൽ സാധാരണക്കാരുടെ സാമ്പത്തിക അവസ്ഥ പരിതാപകരമാണ്. ജനസംഖ്യയുടെ 69% ദരിദ്രരാണ്. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് അവരുടെ പക്കൽ പണമില്ല. പാർപ്പിടം, ഭക്ഷണം, വൃത്തിയുള്ള വെള്ളം, വിദ്യാഭ്യാസം, ആശുപത്രികൾ ഇതൊക്കെ അവർക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. മിക്ക വീടുകളിലും ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയ സംവിധാനങ്ങളില്ല. രാജ്യത്തിന്റെ മറ്റൊരു പ്രത്യേകത സ്ത്രീകളാണ് കുടുംബം കൂടുതലായി നോക്കുന്നതും കച്ചവടങ്ങൾ ചെയ്യുന്നതും എന്നതാണ്. അതിന്റെ മെയിൻ റീസൺ പുരുഷന്മാരിൽ അധികവും ഗവൺമെന്റ് നിശ്ചയിച്ച ജോലികളിൽ ഏർപ്പെടുന്നവരാണ്.
1990-കൾക്ക് മുൻപ് നിശ്ചയിച്ച നിരക്കിൽ ലഭിക്കുന്ന ശമ്പളം 7 മുതൽ 9 കിലോ വരെ ധാന്യം വാങ്ങാനുള്ള തുകയാണ് മാസശമ്പളമായി താഴേക്കിടയിലുള്ള ഗവൺമെന്റ് ജോലിക്കാർക്ക് ലഭിക്കുന്നത്. 2014-ൽ ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ഡോക്ടർ പറഞ്ഞത് ഡോക്ടർമാർക്ക് പ്രതിമാസം ലഭിക്കുന്ന തുകയ്ക്ക് 1 കിലോ അരി പോലും ലഭ്യമല്ല എന്നാണ്. ആണുങ്ങളിൽ കൂടുതലും ഗവൺമെന്റ് അടിമ ജോലികൾ ചെയ്യുന്ന ആളുകളാണ്. ഭൂരിഭാഗം കുടുംബങ്ങളും നിയന്ത്രിക്കുന്ന സ്ത്രീകളാണ്. വിവാഹിതരായ സ്ത്രീകൾ നിർബന്ധിതരല്ല സർക്കാർ ഏൽപ്പിച്ച ജോലികൾ ചെയ്യാൻ. അതിനാൽ അവർ ലോക്കലിൽ ജോലികൾ ചെയ്യുന്നു. പ്രാദേശിക വിപണികളാണ് ഇവരുടെ പണസമ്പാദന മേഖല. കുടുംബ വരുമാനത്തിന്റെ 70% വരുന്നത് സ്ത്രീകളിൽ നിന്നാണ്. 1990-കൾക്ക് ശേഷം ജനങ്ങൾക്ക് ഭക്ഷണം സർക്കാരിന് നൽകാൻ കഴിയാതെ വന്നപ്പോൾ ആളുകൾ പണം സമ്പാദിക്കാനുള്ള വഴികൾക്കായി പ്രാദേശിക കരിഞ്ചന്തകൾ ആരംഭിച്ചു. കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാനായിട്ടും പണം സമ്പാദിക്കാനായിട്ടും ആളുകൾ കൂട്ടമായി ചന്തകളിലേക്ക് എത്തി. ഈ ഒരു പ്രാദേശിക വിപണികൾ അങ്ങനെ ശക്തി പ്രാപിച്ചു. ആളുകൾ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്ത് അവരുടെ കുടുംബത്തെ പോറ്റാനുള്ള പണം കണ്ടെത്തുന്ന തിരക്കിലായി മാറി. ഇപ്പോൾ ഈ ചന്തകളിൽ നിന്ന് ഭക്ഷണവും മരുന്നും മുതൽ എല്ലാം ലഭിക്കും. കരിഞ്ചന്തകളിലെ ഏറ്റവും വിലപിടിപ്പുള്ളവയിൽ ഒന്നാണ് കൊറിയൻ സീരീസുകൾ, കൊറിയൻ സംഗീതമൊക്കെ അടങ്ങിയ പെൺഡ്രൈവുകൾ. ഈ കരിഞ്ചന്തകൾ കൂടുതലും നടത്തുന്നത് സ്ത്രീകളാണ്. ഈ വിപണികൾ വലിയ മാറ്റത്തിന് കാരണമാവുന്നുണ്ട്. മറ്റു രാജ്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ധാരാളമായി ഇവിടെ കൈമാറപ്പെടുന്നു. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ സ്വാതന്ത്ര്യം, മറ്റു രാജ്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ, നോർത്ത് കൊറിയയുമായി താരതമ്യം ചെയ്യുമ്പോൾ മികച്ച ജീവിത നിലവാരമുള്ള രാജ്യങ്ങൾ എന്നിങ്ങനെ പല വിവരങ്ങളും ഇന്ന് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ കാലത്തിനനുസരിച്ച് നിരവധി ആളുകൾക്ക് അറിവുകൾ ലഭിക്കുന്നുണ്ട്. മറ്റൊരു വലിയ പ്രശ്നമായി രാജ്യത്ത് നിലനിൽക്കുന്നത് രാഷ്ട്രീയപരമായ വിശ്വസ്തത, കൂറ്, രാജ്യത്തോടുള്ള കൂറ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ആളുകളെ 3 ക്ലാസുകളായി തരംതിരിച്ചിട്ടുണ്ട്. ഏറ്റവും മുകൾ തട്ടിലുള്ള ഫസ്റ്റ് തട്ടിലുള്ള ആളുകൾ ദ ലോയലിസ്റ്റ്, രാജ്യത്തോട് ഏറ്റവും കൂറുള്ള, രാജ്യത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ. അവരെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് അധിവസിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇനി രണ്ടാമത്തെ തട്ടിലേക്ക് വരുമ്പോൾ രാജ്യത്തിന് അത്രയധികം ഉറപ്പില്ലാത്ത, രാജ്യത്തിനോട് അത്രയധികം കൂറുണ്ടോ എന്നുള്ള ഉറപ്പില്ലാത്ത ആളുകളാണ് അവിടെ അണിനിരത്തിയിരിക്കുന്നത്. അവരെ രാജ്യത്തിന്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും രാജ്യം അടുപ്പിക്കുന്നില്ല. അതേപോലെ തന്നെ തലസ്ഥാനത്തും ഇവർക്ക് കാര്യമായിട്ടുള്ള വിലക്കുണ്ട്. അവർക്കെതിരെ കാര്യമായിട്ടുള്ള നിരീക്ഷണം എപ്പോഴും സജ്ജമായിരിക്കും. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം ആളുകളുണ്ട്. ഇവര് രാജ്യത്തിന്റെ ശത്രുക്കളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനെ സോങ് ബേൺ സിസ്റ്റം എന്നാണ് പറയുന്നത്. ആര് എവിടെ ജീവിക്കും, എന്തായിരിക്കും അവരുടെ തൊഴിൽ, അവർക്ക് ഗവൺമെന്റിൽ നിന്ന് എത്ര ഭക്ഷണം ലഭിക്കുന്നുണ്ട്, കൊടുക്കേണ്ടതുണ്ട്, കൂടാതെ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, കൂടാതെ മറ്റെല്ലാ സൗകര്യങ്ങളും ഈ സോങ് ബൺ ആണ് തീരുമാനിക്കുന്നത്. ഉത്തര കൊറിയയിൽ വിവാഹങ്ങൾ പോലും ഈ ഒരു സിസ്റ്റമാണ് തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് തലസ്ഥാനം പോങ്യാങ്ങിലാണ്. സർക്കാർ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത്, ധാരാളം പണം മുടക്കി ഏകാധിപത്യ തലസ്ഥാനത്തെ മനോഹരമാക്കുന്നത് ആ ഒരു പ്രദേശത്താണ്. അതിനാൽ അവിടെ താമസിക്കുന്ന ആളുകൾ സാധാരണയായി ഏറ്റവും ഉയർന്ന ക്ലാസ്സിലുള്ള ആളുകളാണ്. തേർഡ് ക്ലാസ്സിൽ കരുതുന്ന ആളുകളെ, എനിമീസ് ആയിട്ട് കരുതുന്ന ആളുകളെ ഈ നഗരത്തിന്റെ 50 കിലോമീറ്റർ ചുറ്റളവിൽ പോലും പ്രവേശിപ്പിക്കാറില്ല. സർക്കാരിന് സംശയമുള്ള ഇക്കൂട്ടരെ സദാസമയം നിരീക്ഷിക്കാൻ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. കുടുംബത്തിലെ ഒരാൾ തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടും എന്നതിനാൽ കുടുംബാംഗങ്ങൾ തന്നെ പരസ്പരം നിരീക്ഷിക്കുന്നു. ഒരു കേസ് ഉദാഹരണമായി എടുത്താൽ, അമ്മായിയമ്മ മകനുമായി രാജ്യം വിടാൻ പ്ലാൻ ചെയ്യുന്നു എന്ന കള്ളപ്പരാതിയിൽ സ്ത്രീ ശിക്ഷിക്കപ്പെട്ടത് 10 വർഷമാണ്. ഉത്തര കൊറിയയിൽ നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നിർബന്ധിത തൊഴിൽ ചെയ്യിപ്പിക്കലാണ്. 12 മുതൽ 18 മണിക്കൂറുകൾ നിർത്താതെ പണിയെടുക്കേണ്ടി വരുന്നത് നിർമ്മാണ സൈറ്റുകളിലും ഫാമുകളിലും മൈനുകളിലും ഫാക്ടറികളിലുമൊക്കെയാണ്. ഉത്തര കൊറിയയുടെ മുഴുവൻ സമ്പദ് വ്യവസ്ഥയും ഈ ഒരു ഫോഴ്സ്ഡ് ലേബറിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. പണത്തിന്റെ ഭൂരിഭാഗവും ആയുധങ്ങൾ നിർമ്മിക്കാനായിട്ട് ചെലവഴിക്കുന്നു. നിർബന്ധിത തൊഴിലാളികളിൽ ഭൂരിഭാഗവും ജയിലിൽ പെട്ടവരാണ്. തടവുകാർ കഠിനാധ്വാനം ചെയ്യുകയാണ്. തലമുറകളെ നിയമം മൂലം ജയിലിലാക്കുമ്പോൾ സ്വേച്ഛാധിപതിയുടെ കുടുംബം സുഖലോലുപതയിൽ നിറയുകയാണ്. തടവുകാരിൽ ഏകദേശം 40% ആളുകളും ജയിൽ ക്യാമ്പുകളിൽ പട്ടിണി കിടന്നാണ് മരിക്കുന്നത്. പട്ടിണി ഒഴിവാക്കാൻ തടവുകാർ പലപ്പോഴും പുല്ലും എലിയും പാമ്പും ഒക്കെ ഭക്ഷണമാക്കുന്നു. ഒരിക്കലൊരു കേസ് ഉണ്ടായിരുന്നു. ജയിലിൽ 7 വയസ്സുള്ള ഒരു പെൺകുട്ടി റോഡിൽ വീണ കുറച്ച് ധാന്യങ്ങൾ എടുത്തു കഴിച്ചു. അത് കണ്ട ഒരു കാവൽക്കാരൻ അവളെ അടിച്ചു കൊന്നു. രാഷ്ട്രീയ ജയിൽ ക്യാമ്പ് 15-ൽ ഒരു തടവുകാരനെ പരസ്യമായി വധിച്ചത് ഉരുളക്കിഴങ്ങ് മോഷ്ടിച്ചതിനാണ്. ഭൂരിഭാഗം തടവുകാരും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷെ ഒന്നെങ്കിൽ കാവൽക്കാരാൽ കൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ വൈദ്യുതി കമ്പികളിൽ തട്ടി കരിഞ്ഞമരുന്നു. കാവൽക്കാർക്ക് ഏകാധിപതിയുടെ കർശന നിർദ്ദേശമുണ്ട്, ഒരു യുദ്ധം വന്നാൽ ഒരു തടവുകാരനെ പോലും ബാക്കി വെക്കാതെ കൊല്ലണമെന്ന്. അത്തരം നരനായാട്ടാണ് ഉത്തര കൊറിയയിൽ നടക്കുന്നത്. ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നാസി സർക്കാരും ചെയ്തത് ഇതൊക്കെ തന്നെയാണ്. ഈ ക്യാമ്പുകൾ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്ക് സമാനമാണ്. ഐക്യരാഷ്ട്രസഭ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഉത്തര കൊറിയയുടെ നേതൃത്വം മനുഷ്യാവകാശങ്ങൾ ലംഘിക്കുന്നു എന്നാണ്. സ്വന്തം പൗരന്മാരുടെ അവകാശങ്ങൾ ഇത്രയും വലിയ തോതിൽ ഹനിക്കുന്ന ആധുനിക കാലത്തെ നാസികൾക്ക് സമാനമായവരാണ് കിം കുടുംബം. ഉത്തര കൊറിയൻ സർക്കാർ ഏകദേശം 1 ലക്ഷത്തോളം സ്വന്തം ജനങ്ങളെ റഷ്യ, ചൈന, ഗൾഫ് രാജ്യങ്ങൾ, പോളണ്ട്, ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്ക് അടിമ വേലയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ വാർത്ത നോക്കൂ. റഷ്യ ഉക്രൈൻ യുദ്ധം
ഇവിടെ റഷ്യക്ക് വേണ്ടി പോരാടാൻ ഉത്തര കൊറിയ വൻതോതിൽ അരിക്കാശിന് പണിയെടുക്കുന്ന പട്ടാളക്കാരെ അയച്ചിരിക്കുന്നു. ജനങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഉത്തര കൊറിയൻ രഹസ്യ പോലീസാണ്. പലവിധ ആനുകൂല്യങ്ങൾ നൽകാമെന്ന പേരിലും നൽകിയുമൊക്കെ പല ക്ലാസ്സിലുള്ള ചിലരെ വൻതോതിൽ ഇതിനായി നിയമിക്കുന്നു. സ്വന്തം കുടുംബാംഗം പോലും രഹസ്യ പോലീസ് ആവാൻ സാധ്യതയുണ്ടെന്ന് ഉത്തര കൊറിയക്കാരൻ വിശ്വസിക്കുന്നു. ആളുകളെ പരസ്പര വിശ്വാസമില്ലാത്തവരായി മാറ്റാനും നിയന്ത്രിക്കാനും ഈ ഒരു സംവിധാനം വഴി ഈ ഒരു ഏകാധിപതി ഭരണത്തിന് കഴിയുന്നു. രഹസ്യ പോലീസ് സംവിധാനത്തിൽ 40-50 വീടുകളുടെ ഓരോ ഗ്രൂപ്പായിട്ട് മാറ്റുകയാണ് ആദ്യം ചെയ്യുന്നത്. ഈ ഗ്രൂപ്പുകൾ തമ്മിലും ആളുകൾ തമ്മിലും പരസ്പരം സ്പൈ വർക്ക് ചെയ്യാനായിട്ട് ഈ പോലീസ് സംവിധാനം പ്രോത്സാഹിപ്പിക്കുന്നു. ഈ ഏകാധിപത്യത്തിന് 75 വർഷത്തിലേറെ പഴക്കമുണ്ട്. അത് ഇന്നും ശക്തമായി തുടരുന്നു. ഇതിനി എത്ര നാൾ തുടരുമെന്ന് ആർക്കും അറിയില്ല. ഇതിനു പിന്നിലെ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ എന്ന് പറയുന്നത് ആദ്യം ക്രൂരതയാണ്. ചെറിയ തെറ്റുകൾക്ക് പോലും ആളുകൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു. അത്തരമൊരു ഭയം ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകൾ വരുത്തുന്നതിന് മുൻപ് അവർ 2 വട്ടം ആലോചിക്കും. ജനങ്ങൾ നിരന്തരം ഭീതിയിലാണ് കഴിയുന്നത്. കിം ജോങ് എങ്ങനെയാണെന്ന് അവർ കണ്ടതാണ്. നിഷ്ഠൂരം സ്വന്തം അമ്മാവനെ കൊന്നവനാണ്. ഈ വ്യക്തി എത്ര ക്രൂരനാണെന്ന് ആളുകൾക്കറിയാം. ഏറ്റവും ചെറിയ പ്രവൃത്തി പോലും അവരുടെ കുടുംബം മുഴുവൻ ജയിൽ ക്യാമ്പിലാവാൻ കാരണമാവും. രണ്ടാമത്തെ കാരണം 3 ക്ലാസ് സോങ്ബൺ സിസ്റ്റം ആണ്. രാജ്യം മുഴുവൻ 3 ക്ലാസ്സുകളായി തിരിച്ചിരിക്കുന്നു. വിശ്വസ്തരായി സ്ഥിരം തുടരുന്നു. ഒരു ചെറിയ സംശയം പോലും താഴ്ന്ന ക്ലാസ്സിലേക്ക് തള്ളപ്പെടാൻ കാരണമാവുന്നതുകൊണ്ട് അവരാരും ഈ രാജ്യത്തിനോ അല്ലെങ്കിൽ ഏകാധിപതിക്കോ എതിരായി ഒന്നും ചെയ്യില്ല. മൂന്നാമത്തെ കാരണം ഒരിക്കലും അവസാനിക്കാത്ത നുണ പ്രചരണമാണ്. ജനനം മുതൽ സ്കൂൾ മുതൽ കോളേജ് വരെ അവരോട് പറഞ്ഞിരിക്കുന്നത്, ഉത്തര കൊറിയക്കാരോട് പറഞ്ഞിരിക്കുന്നത് 100 കണക്കിന് നുണക്കഥകളാണ്. അവരുടെ പരമോന്നത നേതാവ് ദൈവത്തെ പോലെയാണ് എന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. 3 വയസ്സിൽ തോക്കെടുത്ത് വെടിവെച്ച, 5 വയസ്സിൽ കുതിരയോട്ടം പഠിച്ചെടുത്ത, അമ്മാവൻ ആപ്പിൾ തിന്നാൻ മരം പിഴുതുകൊണ്ട് വന്ന കിം ജോങ്ങിന്റെ വെടിക്കഥകളാണ് നോർത്ത് കൊറിയൻ മാധ്യമങ്ങൾ വഴി ദിനം പ്രതി നോർത്ത് കൊറിയക്കാർ കേൾക്കുന്നതും കാണുന്നതുമൊക്കെ. മുഴുവൻ ഒരു പ്രൊപ്പഗാൻഡ മയമാണ്. മറ്റു രാജ്യങ്ങളിലെ വാർത്തകൾ നെഗറ്റീവ് രീതിയിൽ ആളുകളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുകയും നെഗറ്റീവ് ആണെങ്കിൽ മാത്രം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമ സംവിധാനവും അവിടെയുണ്ട്. അതുവഴി അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ നിലവിലുള്ള രാജ്യം ഉത്തര കൊറിയ എന്ന് പറയുന്നത്, നോർത്ത് കൊറിയ എന്ന് പറയുന്നത് സ്വർഗമാണ്. നിങ്ങളുടെ പരമോന്നത നേതാവാണ് ഏറ്റവും മികച്ച ഭരണാധികാരി. ആളുകൾ അഴിമതി കൊണ്ടും പട്ടിണി കൊണ്ടും കഷ്ടപ്പെടുകയാണ്. എന്തൊക്കെയാണെങ്കിലും ഈ സ്വേച്ഛാധിപതി ഭരണം അധികകാലം തുടരാൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. മുന്നേ ഞാൻ പറഞ്ഞ ബ്ലാക്ക് മാർക്കറ്റുകളിൽ ശക്തമായി വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. നോർത്ത് കൊറിയക്കാരുടെ ജീവിതത്തിൽ ഈ ചന്തകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വലിയ വളർച്ചയാണ് ഇത്തരത്തിലുള്ള പ്രാദേശിക വിപണികൾക്കുള്ളത്. ഉത്തര കൊറിയയെ കുറിച്ചിട്ട് നേരിട്ട് ഒത്തിരിയധികം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള സോഴ്സുകളില്ല. ഇത്തരത്തിലുള്ള വീഡിയോസ്, ഈ ഒരു വീഡിയോസ് വഴി നമ്മളുടെ മുൻപിലേക്ക് എത്തുന്ന ചില വാർത്തകൾ, അതൊക്കെയാണ് നമുക്ക് ആ ഒരു രാജ്യത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ആകെ ഒരു സോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായി ഞാൻ ഒന്നും പറയുന്നില്ല. ഈ ഒരു വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.